നമസ്കാരം, മണി മാജിക്കിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഹോണറബിൾ ഫിനാൻസ് മിനിസ്റ്റർ ശ്രീ നിർമ്മല സീതാരാമൻജി നമ്മുടെ യൂണിയൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയുണ്ടായി. സാധാരണ എല്ലാ വർഷവും ഫെബ്രുവരിയിലാണ് ബഡ്ജറ്റ് ഉണ്ടാവുക. ഈ വർഷം ഫെബ്രുവരിയിൽ അവർ ഗവൺമെൻറ് ചേഞ്ച് ആവുന്നതിന് തൊട്ട് മുന്നേ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു. അതിനുശേഷം അതിൻ്റെ മേജർ ചേഞ്ചസ് വരുന്ന ഒരു ബഡ്ജറ്റാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് സാധാരണക്കാരായിട്ടുള്ള ടാക്സ് പേയേഴ്സിന് എന്തൊക്കെയാണ് അവരുടെ ടാക്സിലുണ്ടായിരിക്കുന്ന വ്യത്യാസങ്ങൾ, നിലവിലുള്ള സ്ഥിതിയിൽ നിന്ന് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് പുതിയതായിട്ട് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്. ആദ്യമായി നമ്മൾ നോക്കിയാൽ ബേസിക് എക്സംഷൻ ലിമിറ്റ് ആയിട്ടുള്ള 2.5 ലക്ഷം, ഓൾഡ് സ്കീമിൽ 2.5 ലക്ഷവും ന്യൂ സ്കീമിൽ 3 ലക്ഷം എന്നുള്ളത് ഇപ്പോഴും അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഓൾഡ് ടാക്സ് റെജീമിൽ നമുക്ക് വേറെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. റേറ്റ് എല്ലാം പഴയ പോലെ തന്നെയാണ്. അതുപോലെ തന്നെ ടാക്സിൻ്റെ സ്ലാബുകളും പഴയ പോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ന്യൂ ടാക്സ് റെജീമിലേക്ക് വരുമ്പോൾ നമ്മുടെ ടാക്സിൻ്റെ സ്ലാബിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നത് 3 ലക്ഷം തൊട്ട് 6 ലക്ഷം വരെ 5%, 6 തൊട്ട് 9 വരെ 10%, 9 തൊട്ട് 12 വരെ 15%, 12 തൊട്ട് 15 വരെ 20%, 15 ആൻഡ് എബോവ് 30%. ഇതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന റേറ്റ്. അതിന് പകരം ഇപ്പോൾ അവർ ആ സ്ലാബിൽ ചെറിയ വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് 3 തൊട്ട് 6 വരെ എന്നുള്ളത് മാറ്റി 3 തൊട്ട് 7 വരെ എന്നാക്കി 5% സ്ലാബ്, 7 തൊട്ട് 10 വരെ ആക്കി 10% സ്ലാബ്, 10 തൊട്ട് 12 വരെ ആക്കി 15% സ്ലാബ്. അപ്പോൾ ഈ ചേഞ്ചസ് വന്നതോടുകൂടി നമുക്ക് മൊത്തത്തിൽ അടയ്ക്കേണ്ടതായിട്ടുള്ള ടാക്സിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. അതുകൂടാതെ നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, നമുക്ക് സാലറി ഇൻകം ഉള്ളവർക്ക് ലഭിക്കുന്ന സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 എന്നുള്ളത് 75,000 രൂപയിലേക്ക് കൂട്ടിയിട്ടുണ്ട്. ന്യൂ ടാക്സ് റെജീം ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമേ ഈ ബെനിഫിറ്റ് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കൊണ്ട് ടോട്ടൽ വരുന്ന ടാക്സ് ലയബിലിറ്റിയിൽ ഒരു 17,500 രൂപ വരെ ടാക്സ് കുറയാനായിട്ട് സാധിക്കും ഒരു വർഷത്തിൽ ന്യൂ ടാക്സ് റെജീം ഫോളോ ചെയ്യുന്നവർക്ക്. ഓൾഡ് ടാക്സ് റെജീം ചെയ്യുന്നവർക്ക് പഴയ സ്ഥിതി എന്താണോ അത് തന്നെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇപ്പോൾ ബേസിക് എക്സംഷൻ ലിമിറ്റ് കൂട്ടാത്തത് കൊണ്ട് നമുക്ക് ടാക്സ് ഫയൽ ചെയ്യേണ്ടവർ എണ്ണത്തിൽ മാറ്റം വരുന്നില്ല. നമുക്ക് 3 ലക്ഷത്തിന് മേളിലുള്ള എല്ലാവരും ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ നമുക്ക് നെറ്റ് എഫക്റ്റായിട്ട് ഒരു 7.25 ലക്ഷം വരെ 7.75 ലാക്സ് വരെ ഉള്ള ആൾക്കാർക്ക് ടാക്സ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇൻകം ലഭിക്കുന്നതായിരിക്കും. അവർക്ക് ടാക്സ് ലയബിലിറ്റി ഒന്നും തന്നെ വരുന്നില്ല. പകരം ITR ഫയൽ ചെയ്താൽ മാത്രം മതിയാകും. അപ്പോൾ ഇതാണ് നമുക്ക് വന്നിരിക്കുന്ന ഒരു മേജർ ചേഞ്ചസ്. പിന്നെ താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന അടുത്ത ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ NPSലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന കോൺട്രിബ്യൂഷൻ, അത് നമുക്ക് 80CCD പ്രകാരം നമുക്ക് ഡിഡക്ഷൻ കിട്ടുന്ന ഒരു ഇതാണ് കോൺട്രിബ്യൂഷൻ ടു NPS. അപ്പോൾ അത് നമുക്ക് കഴിഞ്ഞ വർഷം വരെ നമുക്ക് 10%, ബേസിക് സാലറി പ്ലസ് അലവൻസസിന് 10% മാത്രമേ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് മാക്സിമം ഡിഡക്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. അത് 10 എന്നുള്ളത് മാറ്റി 14% വരെയുള്ള കോൺട്രിബ്യൂഷൻസിന് നമുക്ക് ഈ വർഷം തൊട്ട് ഡിഡക്ഷൻ ലഭിക്കും. ഇനി വന്നിരിക്കുന്ന ഒരു മേജർ ചേഞ്ച് നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സസിലാണ് വലിയൊരു ചേഞ്ച് ഈ വർഷം തൊട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവരും ഷെയർ ട്രേഡിംഗ് ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ വന്നിരിക്കുന്ന ഒരു മേജർ ചേഞ്ച് എന്താണെന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇത് കണക്കാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു അസറ്റിനെ ക്ലാസിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഷോർട്ട് ടേം അല്ലെങ്കിൽ ലോങ് ടേം. അത് നമ്മൾ അസറ്റ് എത്ര നാൾ നമ്മൾ ഹോൾഡ് ചെയ്തു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ എന്നുള്ളത് നിശ്ചയിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ വർഷം വരെ നമുക്ക് ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ വർഷം തൊട്ട് ഒരു ഷോർട്ട് ടേം അസറ്റ് ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആണെങ്കിൽ, ഇക്വിറ്റി ഷെയർസ് പോലുള്ള ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആണെങ്കിൽ അതിൻ്റെ പീരീഡ് ഓഫ് ഹോൾഡിംഗ് 12 മന്ത്സിൽ കൂടുതൽ നമ്മൾ ഹോൾഡ് ചെയ്താൽ ലോങ് ടേമും 12 മന്ത്സിൽ കുറവാണെങ്കിൽ ഷോർട്ട് ടേമും. അതങ്ങനെയാണ് നമ്മളതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഈ ലിസ്റ്റഡ് അല്ലാത്ത മറ്റ് അസറ്റുകൾ, ഇപ്പോൾ ലാൻഡ്, ബിൽഡിങ്, ജ്വല്ലറി ഇങ്ങനെയൊക്കെ പോലുള്ള അസറ്റുകൾ നേരത്തെ ഉണ്ടായിരുന്നത് 36 മാസമായിരുന്നു. 36 മന്ത്സ് ഹോൾഡ് ചെയ്താലാണ് അത് ലോങ് ടേം ആവുന്നത്. പക്ഷേ ഇപ്പോൾ അത് 24 മന്ത്സിന് ശേഷം നമ്മളത് വിൽക്കുവാണെങ്കിൽ, ഹോൾഡ് ചെയ്തതിന് ശേഷം നമ്മളത് വിൽക്കുവാണെങ്കിൽ അത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ അതൊരു പ്രധാനമായിട്ടുള്ള ഒരു വ്യത്യാസമാണ് പീരീഡ് ഓഫ് ഹോൾഡിംഗ്. ഇത് 36 നിന്നും 24 മാസമാക്കി കുറച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ വന്നിരിക്കുന്ന ഇനി ടാക്സ് റേറ്റുകളിൽ വന്നിരിക്കുന്ന വ്യത്യാസങ്ങളിലേക്ക് പോകാം. അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നേരത്തെ ഉണ്ടായിരുന്ന ടാക്സ് റേറ്റ് 15% ആണ്. ഫ്ലാറ്റായിട്ട് 15% ആണ് നേരത്തെ ഉണ്ടായിരുന്ന ടാക്സ് റേറ്റ്. അത് 15-ൽ നിന്നും 20 ആക്കി കൂട്ടിയിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ഷെയർസിൽ ട്രാൻസാക്ഷൻ ചെയ്യുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവർക്ക് കിട്ടുന്ന ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ ടാക്സ് 15-ൽ നിന്നും 20 ആക്കി കൂട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ ടാക്സും ഇതുപോലെ തന്നെ കൂട്ടിയിട്ടുണ്ട്. അത് 10% എന്നുള്ളത് 12.5%ലേക്ക് ഹൈക്ക് ചെയ്തിട്ടുണ്ട്. അത് ക്യാപിറ്റൽ ഗെയിൻസിന് നമുക്ക് ഇതുവരെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസിന് 1 ലക്ഷം രൂപ വരെയായിരുന്നു എക്സംഷൻ ടാക്സ് ഫ്രീ ആയിട്ടുണ്ടായിരുന്നത്. അത് 1.25 ലക്ഷം രൂപയാക്കി കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ വന്നിട്ടുള്ള ടാക്സിൻ്റേതായിട്ടുള്ള വ്യത്യാസം. ഇത് കൂടാതെ ഇപ്പം നമ്മുടെ ഷെയർസ് അല്ലാതെ ഉള്ള നോൺ ഫിനാൻഷ്യൽ അസറ്റ്സിന്, ലാൻഡ്, ബിൽഡിങ് അതുപോലത്തെ ഉള്ളതിന് ഇൻഡെക്സേഷൻ എന്ന് പറഞ്ഞൊരു ബെനിഫിറ്റ് നമുക്ക് അവൈലബിൾ ആയിരുന്നു. അതായത് നമ്മളുടെ കാലത്തിന് ഇൻഫ്ലേഷൻ, അതായത് വർഷങ്ങൾക്ക് ഉണ്ടാകുന്ന ഇൻഫ്ലേഷൻ കൊണ്ടുണ്ടാകുന്ന അതിൻ്റെ വിലയിലുണ്ടാകുന്ന വ്യത്യാസം, അതിന് നമുക്കൊരു ബെനിഫിറ്റ് നേരത്തെ ഇൻകം ടാക്സിൽ അവൈലബിൾ ആയിരുന്നു. ഇപ്പം നമ്മൾ ഒരു 2005 വാങ്ങിച്ചൊരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു വീട്, ഒരു വസ്തു നമ്മൾ 2024 വിൽക്കുമ്പോൾ അന്ന് നമ്മൾ വാങ്ങിച്ച വിലയിൽ നിന്നും ഇൻഫ്ലേഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു വ്യത്യാസത്തിന് ഒരു ഇൻഫ്ലേഷൻ ഇൻഡെക്സ്, ക്യാപിറ്റൽ ഗെയിൻ ഇൻഡെക്സ് ഗവൺമെൻറ് പ്രസിദ്ധീകരിക്കുമായിരുന്നു. ആ ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് അന്നത്തെ വിലയെ ഇന്നത്തെ വിലയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിൽ നിന്നും മുകളിൽ കിട്ടുന്ന ഗെയിനിന് മാത്രമേ നമുക്ക് ടാക്സ് കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ വർഷം തൊട്ട്, അതായത് 23 ജൂലൈ 2024 തൊട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസിനും നമുക്കിനി അങ്ങനെ ഒരു ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ലഭിക്കുന്നതല്ല. നമുക്ക് കിട്ടുന്ന സെല്ലിംഗ് പ്രൈസിൽ നിന്നും നമ്മൾ എന്ത് വില കൊടുത്താണോ ആ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ വസ്തു അല്ലെങ്കിൽ ആ അസറ്റ് വാങ്ങിയത്, അത് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ഫുൾ എമൗണ്ടും നമുക്ക് ക്യാപിറ്റൽ ഗെയിനായിട്ട് തന്നെ കൺസിഡർ ചെയ്യും. അതിന് 12.5% ടാക്സ് റേറ്റ് അപ്ലൈ ചെയ്തിട്ട് നമുക്കത് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. ഇതൊരു വലിയ ചേഞ്ചാണ്. നമ്മളുടെ പ്രോപ്പർട്ടിയൊക്കെ വിൽക്കുന്നവർക്ക് ഇതിൽ വലിയൊരു ഫിനാൻഷ്യൽ ബേർഡൻ എക്സ്ട്രാ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഹെഡിൽ വന്നിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള ചേഞ്ചസ്. ഇനി നമുക്ക് ഇൻഡിവിജ്വൽസിനെ മാറ്റി നിർത്തി നോക്കിയാൽ കമ്പനികൾക്കും അല്ലെങ്കിൽ ഫേംസിനും ഒക്കെ വന്നിട്ടുള്ള ചില ചേഞ്ചസും കൂടെ നമുക്ക് ഇവിടെ കവർ ചെയ്ത് പോകാം. അതിലൊന്നാണ് നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഫേമുകൾ അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഫേമുകൾ അവരുടെ പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ബോണസ്, ഇങ്ങനെയുള്ളതെല്ലാം ഇതുവരെ നമുക്ക് TDSൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. പക്ഷേ ഇതിൽ നമ്മുടെ പുതിയ ഫിനാൻസ് ആക്ടിൽ ഒരു 194T എന്ന് പറഞ്ഞ പുതിയൊരു സെക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രകാരം പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അല്ലെങ്കിൽ ബോണസ് എന്നിവയ്ക്ക് 10% TDS പിടിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് നമുക്ക് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, പാർട്ണർഷിപ്പിൽ വന്നിരിക്കുന്ന ഒരു മേജർ ചേഞ്ചാണ് 10% TDS. പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷന് 10% TDS ആപ്ലിക്കബിൾ ആണെന്നുള്ളത്. പിന്നെ വന്നിരിക്കുന്ന ഒരു മേജർ ചേഞ്ചാണ് നമ്മുടെ ഏഞ്ചൽ ടാക്സ്. അത് അബോളിഷ് ചെയ്തു. ഏഞ്ചൽ ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കമ്പനി, സ്റ്റാർട്ടപ്പ് പോലുള്ള കമ്പനികൾക്കായിരുന്നു ഇത് കൂടുതലും വരുന്നത്. സ്റ്റാർട്ടപ്പ് പോലുള്ള ഒരു കമ്പനിക്ക് ഒരു 100 രൂപ അല്ലെങ്കിൽ 150 രൂപ ഫെയർ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു ഷെയറിനെ നമ്മൾ 1000 രൂപയ്ക്കാണ് വിൽക്കുന്നതെങ്കിൽ, ഒരു ഫോറിൻ ഇൻവെസ്റ്ററോ അല്ലെങ്കിൽ അതുപോലെ വരുന്ന ഒരാൾക്ക് നമ്മൾ പ്രീമിയത്തിലാണ് ഷെയർ വിൽക്കുന്നതെങ്കിൽ നമ്മുടെ ഫെയർ മാർക്കറ്റ് വാല്യൂവും ആ പ്രീമിയം പ്രൈസും തമ്മിലുള്ള ഡിഫറൻസിനെ സെക്ഷൻ 56 പ്രകാരം ടാക്സ് ചെയ്യുന്ന ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. ഇനി അത് അബോളിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടപ്പ് വരുന്ന കമ്പനികൾക്ക് നമുക്ക് എന്തെങ്കിലും ഇതുപോലെ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസിന് അധികമായി ലഭിക്കുന്ന പ്രീമിയം തുക ഇനി ടാക്സിൻ്റെ പരിധിയിൽ വരുന്നതായിരിക്കില്ല. അപ്പോൾ അവർക്ക് കൂടുതൽ നമുക്ക് ധനസമാഹരണം നടത്താനും ഇതിലൂടെ ഇക്വിറ്റി ഷെയർസ് കളക്ട് ചെയ്യാനും ഒക്കെ ഉള്ള ഓപ്ഷൻസ് ഇതിലൂടെ വരും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മേജറായിട്ട് ഈ കഴിഞ്ഞ ഫിനാൻസ് ആക്റ്റിൽ നമുക്ക് വന്നിരിക്കുന്ന ചേഞ്ചസ്. ഞാൻ ഡയറക്റ്റ് ടാക്സസിൻ്റെ ആസ്പെക്റ്റിൽ നിന്ന് മാത്രമാണ് സംസാരിച്ചിരിക്കുന്നത്. അത് സാധാരണക്കാർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് അല്ലെങ്കിൽ കമ്പനികൾക്ക് വരുന്ന ഡയറക്റ്റ് ടാക്സസിൻ്റെ എഫക്റ്റുകൾ മാത്രമാണ് നമ്മളിവിടെ കവർ ചെയ്ത് പോയി. താങ്ക് യു.